വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ, വരികയില്ല അവൻ എന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു, മറവിടമാ എനിക്കേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ഹല്ലേലൂയാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദാന്ത്യ കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗം തന്ന മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലോട്ടൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, കൊച്ചു തലമുറകളെ, ഞങ്ങൾ പാർക്കുന്ന ദേശം, ഞങ്ങളായിരിക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പച്ചൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, സൂക്ഷിക്കണമേ, കാത്തുകൊള്ളണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രപ്പാ. ഈ സമയം കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തിൽ ജോലി ചെയ്ത് നല്ല പ്രതിഫലം പറ്റുവാൻ ഇടയാക്കുമാറാകണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങളെ ചെയ്ത് വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. കഴിഞ്ഞ നാളുകളിൽ നീ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ. വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കൾക്ക് തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കണം. സ്വർഗമേ, ആണ്ട് തീരുന്നതിന് മുമ്പേ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചോണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. ഭവനമില്ലാത്ത തൻ്റെ മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കണമേ. പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ഭവനം പണിയുവാൻ അടിസ്ഥാനമിട്ട ജീവിതങ്ങളുണ്ടപ്പാ. അവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിറങ്ങി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ ഭവനം പണിത് ദേശത്തിന് നടുവിലൊക്കെ പാർക്കുവാൻ തക്കണ എല്ലാ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. ദൂരത്തും ചാർത്തുമാരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കൺമണി പോലെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് സഹായിക്കണമേ. പ്രത്യേകിച്ച് യാത്ര പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാപ്പാ. ഓരോ മക്കളുടെയും യാത്രകളിൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. എൻ്റെ ദൈവമേ, നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിയണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരത്തിൽ വഹിക്കുമാറാകണമെന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ നല്ല സമയം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിൽ അയ്യോ വിളിക്കുന്ന ജീവിതങ്ങൾ, ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, തൈറോയ്ഡും ആസ്മയും അലർജിയുമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ദൈവമായ കർത്താവേ, ശരീരമാസകല നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവേ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളെ വലിയ കരമിടുന്നാലും നഖം വരെ അറിയാവുന്ന കർത്താവ് അവിടുന്ന്. എൻ്റെ ദൈവമായ കർത്താവെ, അലർജിയുള്ളവർ, ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന വേദനകളാൽ, ഹാലിൽ പുകച്ചിലുകളാൽ ഭാരപ്പെടുന്നവർ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ,
ആമേൻ. കർത്താവേ സ്തോത്രം, സ്തോത്രപ്പാ, സ്തോത്രം. എൻ്റെ കർത്താവിനൊരു കാര്യവും സാധ്യമല്ല. നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടെല്ലാം കരുണ കാണിക്കണം, അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വചനം എൻ്റെ അപ്പനാണ് ഞങ്ങളുടെ മരുന്ന്. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച് സൗഖ്യമാക്കി ദൈവം, ഹല്ലേലൂയ, ഇന്ന് നിലനിർത്തിയിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തണമേ. വിലയേറിയ സാക്ഷ്യം പറയുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഭഗവാൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ ഓരോ ജീവിതങ്ങളെയും സ്വർഗം സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ സമയഹാലയിൽ ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണം. കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും വേദനയിലുമായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. മഴയുടെ കെടുതിനാൽ, വെള്ളപ്പൊക്കത്താൽ ഭാരപ്പെടുന്നവർ, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, സങ്കടപ്പെടുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രപ്പാ, ഹല്ലേലൂയ. കർത്താവേ എല്ലാത്തെയും സ്വർഗം ക്രമീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നപ്പാ, എല്ലാവരുടെയും കരത്തോട് ചേർത്ത് എൻ്റെ അപ്പച്ചൻ്റെ കരം പിടിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തനത്തിൽ എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അപ്പാ ഈ സമയം, ഹല്ലേലൂയ, കർത്താവ് വേർപാട് ദുഃഖത്തിൽ അലമുറയിടുന്ന ജീവിതങ്ങളെ ഓർക്കുന്നു. മനസ്സലിയണമേ, കരുണ തോന്നണമേ, പ്രത്യാശയുടെ ജീപ്പാൻ കൃപ നൽകണമേ. കർത്താവേ സ്വർഗീയ സമാധാനത്താൽ ഓരോ ഉള്ളത്തെയും നിറയ്ക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണം. ഞങ്ങളുടെ ഭരണകർത്താക്കളോട് മനസ്സറിയണം, അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പൈതങ്ങളെയൊക്കെ കാത്തുകൊള്ളണം. യുവതി യുവാക്കന്മാരെ സംരക്ഷിക്കണം. മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളുമാറാകണം. എൻ്റെ കർത്താവ് എല്ലാത്തിനും പരിഹാരം അവിടുന്നാകിയാൽ സ്തോത്രം ചെയ്യുക. കർത്താവേ നിന്റെ കൃപ ഞങ്ങൾക്ക് മതി. അതുവരെ ഹിന്ദി തികഞ്ഞു വരുന്നതാകിയാൽ അത്യന്തപരമായ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് കരം പിടിച്ച് ഞങ്ങളെ ആ വഴികളിൽ നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നടത്തണമേ. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.